മൂന്നാറിൽ രണ്ടിടങ്ങളിൽ മോഷണം. അരുവിക്കാട് എസ്റ്റേറ്റ് സെന്റർ ഡിവിഷനിൽ മാരിയമ്മൻ ക്ഷേത്രത്തിലും എക്കോ പോയിന്റിലെ ഒരു വഴിയോര വിൽപ്പനശാലയിലുമാണ് മോഷണം നടന്നത്. ക്ഷേത്രത്തിൽ നിന്ന് സ്വർണ്ണാഭരണവും പണവും കവർന്നപ്പോൾ വഴിയോര വിൽപ്പനശാലയിൽ നിന്ന് പണവും കടയിലുണ്ടായിരുന്ന ചില സാധന സാമഗ്രികളും മോഷണം പോയി. ഒരിടവേളയ്ക്ക് ശേഷമാണ് മൂന്നാർ മേഖലയിൽ വീണ്ടും മോഷണ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. രണ്ടിടങ്ങളിലായാണ് മൂന്നാറിൽ മോഷണം നടന്നത്. അരുവിക്കാട് എസ്റ്റേറ്റ് സെന്റർ ഡിവിഷനിൽ മാരിയമ്മൻ ക്ഷേത്രത്തിൽ മോഷണം നടന്നു. ക്ഷേത്രത്തിന്റെ പൂട്ട് തകർത്ത് വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന 4 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാല മോഷ്ടാവ് അപഹരിച്ചു. ക്ഷേത്രത്തിന്റെ ഭണ്ഡാരം തകർത്ത് ഉള്ളിലുണ്ടായിരുന്ന പണവും മോഷ്ടാക്കൾ കൈക്കലാക്കി. ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരുന്ന പഴയ നാണയങ്ങളുടെ ശേഖരവും കള്ളൻ കവർന്നു. പണമടക്കം 4 ലക്ഷത്തോളം രൂപയുടെ മോഷണം ക്ഷേത്രത്തിൽ നടന്നതായാണ് ഭാരവാഹികൾ പറയുന്നത്. நாணயங்கள்லாம் 1 ரூபா காசு 50 பைசா இப்படி நிறைய காசு உள்ள கெட்டி வச்சிருந்தோம். அது கூட்ட உடைச்சு எல்லாத்தையுமே എടുത്തിട്ട് പോയിട്ടാங்க. സംഭവത്തിൽ ക്ഷേത്രം ഭാരവാഹികൾ ദേവികുളം പോലീസിൽ പരാതി നൽകി. മൂന്നാർ എക്കോ പോയിന്റിലാണ് മറ്റൊരു മോഷണം നടന്നത്. പ്രദേശത്തെ ഒരു വഴിയോര വിൽപ്പന കേന്ദ്രത്തിലാണ് മോഷ്ടാവ് കയറിയത്. വഴിയോര കച്ചവടക്കാരനായ ശേഖരന്റെ കടയിലാണ് മോഷണം നടത്തിയത്. കടയിലുണ്ടായിരുന്ന പണവും മറ്റു ചില സാധന സാമഗ്രികളും മോഷ്ടാക്കൾ അപഹരിച്ചു. 8:30 வரும்போது இங்கே கதவு பூட்டு உடச்சிருக்கு. உள்ள பூட்டையும் உடச்சி உள்ள சாதனால வெளியே எடுத்து போட்டு அந்த டப்பாவில் போட்டு வச்ச காயின்ஸ் எல்லாம் மொத்தம் ஒரு 1000 ரூபா வரும் காயின்ஸு அதை எடுத்துட்டாங்க. ஒரு புதிய ലെവലിറ്റർ ചിന്നത് വേറെ ഒരു ലെവലിറ്റർ 2 ലെവലിറ്ററും കാണും. നാളുകൾക്ക് മുമ്പ് തോട്ടം മേഖലയിലെ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചും വഴിയോര വിൽപ്പനശാലകളിലും മോഷണ സംഭവങ്ങൾ വർദ്ധിച്ചിരുന്നു. പോലീസ് ജാഗ്രത കടുപ്പിച്ചതോടെ മോഷണ സംഭവങ്ങൾ കുറഞ്ഞു. എന്നാൽ ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ വീണ്ടും സമാന സംഭവങ്ങൾ ആവർത്തിക്കുന്നത്. സിറ്റി വിഷൻ, മൂന്നാർ.